കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുക. ശിവരാത്രി ദിനത്തിൽ വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു ക്ഷേത്രമാണ് തളി. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? ഒരുക്കിയിരിക്കുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രം കൂടിയാണ്. ഈ ശിവരാത്രി ദിവസം ഈ ക്ഷേത്രത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രം കൂടിയാണ്. ഈ ശിവരാത്രി ദിവസം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് അതൊരു ആഘോഷം കൂടിയാണ്. ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചും അതൊരു ആഘോഷം കൂടിയാണ്. ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഈ ശിവരാത്രിയോടനുബന്ധിച്ച് മെഗാ തിരുവാതിര കളി ഉണ്ട് എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ പ്രദേശത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ ഇങ്ങനെ മെഗാ തിരുവാതിരയ്ക്ക് വേണ്ടി ഈ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ തിരുവാതിരയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങൾ, വേഷമൊക്കെ ധരിച്ചുകൊണ്ട് അല്പസമയത്തിനകം തന്നെ ഈ മെഗാ തിരുവാതിര ഉണ്ട് എന്നുള്ളതാണ്. മെഗാ തിരുവാതിരയാണ്. ഇങ്ങനെ എല്ലാ വർഷവും വരാറുണ്ടോ? അതെ, ഇപ്പൊ 2 വർഷമായിട്ട് വരുന്നുണ്ട്. അതെ അതെ. ശിവരാത്രിയാണ് നാളെ. അപ്പോൾ എന്തൊക്കെയാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ? ശിവരാത്രി സത്യം പറഞ്ഞാൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അറിയില്ല. എല്ലാ വർഷവും തളിയിൽ വരാറുണ്ടോ? എല്ലാ വർഷവും തളിയിൽ ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കലുണ്ട്. അത് തന്നെയാണ് നമ്പ്യാർ. എല്ലാ വർഷവും തളിയിൽ വലിയ വിപുലമായ ആഘോഷ പരിപാടികൾ ഉണ്ടാകാറുണ്ട്. വിശേഷാൽ പൂജകൾ ഉണ്ടാകാറെന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഉണ്ട് എന്നുള്ളതാണ്. ശിവരാത്രിയാണ്, ഒരു പുണ്യ ദിവസമാണ് നാളെ. ക്ഷേത്രത്തിൽ വരാറുണ്ടോ? എന്തൊക്കെയാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താറുണ്ടോ? ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ 2 വർഷമായി ഞങ്ങൾ തിരുവാതിര കണ്ടിന്യൂ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വളയനാട് ടീമാണ്. വളയനാട് ക്ഷേത്രത്തിൽ 144 പേരായിട്ട് കളിച്ചതാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ശിവരാത്രിയുടെ കുറച്ച് തിരക്കായതുകൊണ്ട് ആൾ കുറവാണ്. ഞങ്ങൾ 42 പേരേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ തിരുവാതിര തുടങ്ങും. ഇപ്പം തന്നെ തുടങ്ങും. അനിൽ നമ്പ്യാർ, ഒരു അല്പസമയം കൂടി കാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മെഗാ തിരുവാതിര കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ അമ്പലത്തിനകത്ത് വിശേഷാൽ പൂജയും ഒക്കെ തന്നെയാണ് നടക്കുന്നത്. ഇന്ന് ഒരു ചെറിയ രീതിയിലുള്ള ശിവരാത്രി ആഘോഷം മാത്രമാണ്. ഇനി നാളെയാണ് വിപുലമായിട്ടുള്ള ആഘോഷവും വിശേഷാൽ പൂജയും ഒക്കെ ഉണ്ടാവുക. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം നാളെ ഒരു ജനസാഗരം, ഒരു ഭക്തരുടെ ഒരു പ്രവാഹം തന്നെ ഈ തളി ക്ഷേത്രത്തിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. സാമൂതിരി രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രം.